ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും സവലമീ ജീവിതം പരിപാടിയിലേക്ക് സ്വാഗതം. അധ്യാപനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജീവിതത്തിൽ കോർത്തിണക്കി എളിമയുടെയും ലാളിത്യത്തിൻ്റെയുമായ ഒരു വലിയ മാതൃക നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ടി വി തോമസ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സാർ പാലാ സെൻറ് തോമസ് കോളേജിൽ അധ്യാപകനായിട്ടാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. അവിടുത്തെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായിരുന്നു. 67 മുതൽ 98 വരെ കോളേജിലുണ്ടായിരുന്നു. സാർ കോളേജ് ലൈഫിനെ കുറിച്ച് പുറകോട്ട് ചിന്തിക്കുമ്പോൾ എന്തൊക്കെ ഓർമ്മകളാണ് സാറിൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നത്? സെൻറ് തോമസ് കോളേജിൽ തന്നെയാണ് ഡിഗ്രിക്കും PGക്കും പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സുമായിട്ട് എല്ലാവരുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ടായിരുന്നു. ഞങ്ങളെ ഒക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അന്ന് കിട്ടാവുന്നതിലെ ദ ബെസ്റ്റ് ടീച്ചേഴ്സ് പറയാൻ പറ്റും. കാരണം കോളേജ് 1950 തുടങ്ങിയത്. അന്ന് മഹാനായ കുര്യത്തിരുത്തലച്ഛൻ അദ്ദേഹം വളരെ പ്രഗത്ഭരായ അധ്യാപകരെയാണ് ആദ്യകാലത്ത് അങ്ങോട്ട് ക്ഷണിച്ചത്. അദ്ദേഹം 1952 മുതൽ 1968 വരെ പ്രിൻസിപ്പളായിരുന്നു. ഞാൻ വലിയൊരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റൊന്നും അല്ലായിരുന്നു. BScക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ വലിയ ഒരു കരുണ കൊണ്ട് MSc എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകാനായിട്ട് സാധിച്ചു. അവിടുത്തെ MSc ഫിസിക്സ് PG ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ബാച്ചിൽ നിന്നുള്ള 3 പേരെ അവിടെ അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് സെൻറ് തോമസിൽ എനിക്ക് വരാനുള്ള ഭാഗ്യം ലഭിച്ചത്. പിന്നെ ഞാൻ കോളേജിൽ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അന്നും മിക്കവാറും എല്ലാ ദിവസങ്ങളും തന്നെ കമ്പൽസറി ആയിരുന്നു. എല്ലാ ദിവസവും തന്നെ ചാപ്പലിൽ ദീപയിലേക്ക് പോകുമായിരുന്നു. അപ്പം ഇങ്ങനെ കുർബാനയ്ക്ക് കൂടുകയും ചെയ്യായിരുന്നു. ഒരു ഓൾട്ടർ ബാലനായിട്ട് MSc പൂർത്തിയാകുന്നിടം വരെ എനിക്ക് ഓൾട്ടർ ബോയ് ആയിട്ട് സേവനം ചെയ്യാനായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചത് അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒരു അധ്യാപകനാകുക എന്നുള്ളത് കുട്ടിക്കാലം മുതലുള്ള സാറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നോ അതോ യാദൃശ്ചികമായിട്ട് ഇതിലേക്ക് വന്നതാണോ? അത് ഒരു ജോലി വേണം എന്നുള്ള ഒരു വലിയ അംബീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കോളേജ് അധ്യാപകനാകുക, ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകണമെന്നുള്ളത് ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്ന കാര്യമല്ല. പിന്നെ MSc കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അതിനുള്ള കുറച്ച് ട്രെയിനിങ്ങൊക്കെ തരും. ഞങ്ങൾ തന്നെ ക്ലാസ് എടുക്കണമായിരുന്നു. അപ്പം അങ്ങനെ ടീച്ചിങ് ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരിത് വന്നു. അപ്പോൾ അതുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ തന്നെ പ്രിൻസിപ്പൾ ഇവിടെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. പിന്നീട് അധ്യാപനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇതൊരു ദൈവവിളിയായിട്ടോ ഒരു നിയോഗം പോലെ അങ്ങനെ സാറിന് ഫീൽ ചെയ്യുന്നുണ്ടോ? അതോ ആ അവസരത്തിലൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഞാനിങ്ങനെ കുർബാനയ്ക്ക് കൂടുന്ന ഇതൊക്കെ സാഹചര്യത്തിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ ഇതിൽ കുറേ കഴിഞ്ഞപ്പോൾ അതങ്ങ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ അതങ്ങ് ഡൈ ഔട്ട് ചെയ്തു. എല്ലാവർക്കും തന്നെ കാര്യമായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ 1971 കോളേജ് ടീച്ചേഴ്സ് യൂണിറ്റ് ഒന്ന് AKPCT എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു. എല്ലാ കോളേജുകളിലും ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി. സാർ 31 വർഷക്കാലം പാലാ സെൻറ് തോമസ് കോളേജിലെ ഫിസിക്സ് വിഭാഗത്തിൽ അധ്യാപകനായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു വലിയ കാലഘട്ടം സാറ് ക്യാമ്പസിലായിരുന്നു. ആ ഒരു സമയത്ത് സാറ് അധ്യാപകരോടും മറ്റ് വിദ്യാർത്ഥികളോടുള്ള സാറിൻ്റെ ബന്ധം എപ്രകാരമായിരുന്നു? അവരുള്ള സമീപനം എങ്ങനെയായിരുന്നു? വളരെ കാർക്കശ്യമുള്ള ഒരു അധ്യാപകനായിരുന്നു അതോ സൗമ്യനും ശാന്തശീലനുമായ വിദ്യാർത്ഥികളോട് നല്ല ബന്ധം പുലർത്തുന്ന അധ്യാപകനായിരുന്നു? ഏത് തരത്തിലാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സാറിനെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്? അത് പ്രീ ഡിഗ്രി ലെവലിൽ 80 to 90 സ്റ്റുഡൻസ് വരും. അവിടെ നമ്മൾ ഇച്ചിരി കാർക്കശ്യം
ആയിട്ട് നിന്നില്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലാസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പം അവിടെ ചോദ്യം ചോദിക്കും, പഠിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നമ്മൾ എംബോസിഷൻ കൊടുക്കും. അങ്ങനെയുള്ള ചെറിയ പണിഷ്മെൻറ്റൊക്കെ കൊടുക്കാതെ, കാരണം എല്ലാവർക്കും പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഡിഫറെൻ്റാണ്. ഒരു കുറച്ച് ഫോഴ്സും കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ ആരും പഠിക്കില്ല. കാരണം അന്നത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുമ്പിൽ ഞാൻ വളരെ സ്ട്രിക്റ്റായിരുന്നു. പിന്നെ BSc കുട്ടികളോട് കുറേ കൂടെ ഫ്രണ്ട്ലി ആയിരുന്നു. MSc വന്നപ്പം സ്ട്രിക്റ്റുമാണ്, അതേസമയത്ത് അവരോട് കൂടുതൽ ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ അനേക വർഷങ്ങൾ MSc പ്രാക്ടിക്കലിൻ്റെ ചാർജ് എനിക്കുണ്ടായിരുന്നു, ഫസ്റ്റ് MSc. അപ്പം അങ്ങനെ MSc സ്റ്റുഡൻസുമായിട്ട് കൂടുതൽ നല്ല ഒരു അടുപ്പം ഉണ്ടായിരുന്നു. സ്ട്രിക്റ്റാണ്, അതേസമയത്ത് പിന്നെ കുറച്ചുകൂടെ ബന്ധം അവരുമായിട്ട് കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. സാർ ഒരു സമയത്ത് സംഘടനാ പ്രവർത്തനങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ തൽപരനായിരുന്നു സാറ്. പിന്നീട് അതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചു. സാറ് പിന്നീട് ആത്മീയ രംഗത്തേക്ക് വരികയുണ്ടായി. മദർ തെരേസ സ്ഥാപിച്ച അൽമായ കൂട്ടായ്മ LMCയിലും അതുപോലെ തന്നെ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയിലും പിന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊക്കെ സാർ സജീവമായിരുന്നു. എങ്ങനെയാണ് സാറിന് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്? രാഷ്ട്രീയത്തോടൊക്കെ ഇവിടെ പറഞ്ഞ ഒരു ആത്മീയ രംഗത്തേക്ക് ഒരു സാറിൻ്റെ ഒരു വളർച്ച, അത് എങ്ങനെയായിരുന്നു? അത് 1981 ഇങ്ങനെ കോട്ടയത്ത് സ്പിരിച്വാലിറ്റി സെൻറ്ററിൽ ഒരു വലിയ ഫേമസ് പ്രീച്ചറായിരുന്നു ഫാദർ റൂഫസ് പെരേര. ബോംബെ നിന്നുള്ള ഒരു പ്രീസ്റ്ററാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ധ്യാനം ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. അപ്പം അതിൽ പങ്കെടുക്കണമെന്ന് ഒരു മെഡിക്കൽ മിഷൻ സിസ്റ്റർ ഡോളറസ്, ഒരു സാമൂഹ്യ രംഗത്തും ആധ്യാത്മിക രംഗത്തുമൊക്കെ വളരെ നല്ല നിലയിൽ ആ കാലത്ത് പ്രവർത്തിച്ചിരുന്നതാണ്. അവരുടെ വലിയ നിർബന്ധത്തിൻ്റെ പേരിലാണ് മനസ്സില്ലാ മനസ്സോടെ ഞാൻ ഈ ധ്യാനത്തിന് പോയത്. അപ്പോൾ ഇവിടുത്തെ വളരെ സമ്പന്നതരായ പലരും അതിൻ്റെ അകത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ധ്യാനത്തിന് പോകാനായിട്ട് മനസ്സ് വെച്ചത്. അപ്പോൾ ആ ധ്യാനം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിതെളിച്ചെന്ന് പറയാനായിട്ട് സാധിക്കും. ഇവിടെ ആന്തരിക സൗഖ്യം അത് ലഭിച്ചപ്പോൾ തന്നെ ഒരു വലിയ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിച്ചു. പിന്നെ അന്നാണ് ദൈവത്തിന് എന്നെപ്പറ്റി വലിയൊരു പദ്ധതി ഉണ്ട്, അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ആ പദ്ധതി പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് ഈശോയെ ലോകത്തിലേക്ക് അയച്ചത്. യേശുവിൽ കൂടിയാണ് ഈ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളിൽ ഓരോരുത്തരിലും പൂർത്തിയാകുന്നത്. അപ്പം അതിന് നമ്മൾ ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം. സഭാത്മകമായിട്ടുള്ള ആ രീതിയിൽ സഭയുമായിട്ട് ചേർന്ന് കൂടുതൽ ബന്ധപ്പെട്ട് പോകണം എന്നൊക്കെയുള്ള ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് ലഭിച്ചു. അപ്പോൾ പിന്നീടാണ് ഞാൻ എൻ്റെ മദർ തെരേസ സ്ഥാപിച്ചൊരു ഹൗസ് ഇവിടെ ഉണ്ടായിരുന്നു. അത് 74 കോട്ടയത്ത് തുടങ്ങിയതാണ്. കോൺവെൻറ്റ് ഇവിടെ അടുത്താണ്. അവിടെ നിന്നൊരു 1.5 ഫർലാങ് അകലെയാണ് അഭയഭവൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ഥാപനമുണ്ട്. അത് ഹോം ഫോർ ദ ഡൈയിങ് ഡെസ്റ്റിറ്റ്യൂട്ട്സ്, പൂർ ഡൈയിങ് ഡെസ്റ്റിറ്റ്യൂട്ട്സ് എന്നുള്ളതാണ് അതിൻ്റെ ആക്ച്വലായിട്ടുള്ള പേര്. അവിടെ നിരാലംബരായിട്ടുള്ളവരെ, ഉപേക്ഷിക്കപ്പെട്ടവരെ, വേറെ ആരും നോക്കാനില്ലാത്ത, അങ്ങനെ വാർദ്ധക്യത്തിലെത്തിയ ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു, സ്ത്രീകളും പുരുഷന്മാരുമായിട്ട്. അപ്പോൾ അവർക്ക് ചെറിയ തോതിൽ സഹായം ചെയ്യാനും പിന്നെ സിസ്റ്റേഴ്സിന് എല്ലാ രംഗത്തും ചെന്നെത്താനും നമുക്ക് പറ്റുമല്ലോ. അപ്പോൾ അതിന് ഈ 74 മുതൽ ഇവിടെ കോവർക്കേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഘടന ഉണ്ടായിരുന്നു. അത് മദർ തെരേസ ഇങ്ങനെ ഇവരോടൊത്ത് പ്രവർത്തിച്ചിരുന്ന അവരെ വിളിക്കുന്ന ഒരു പേരായിരുന്നു. അതിങ്ങനെ ഒരു സംഘടനയായിട്ട് നിയമാവലിയൊന്നുമില്ല. അതിന് മദറിൻ്റെ പലപ്പോഴും ലെറ്റേഴ്സൊക്കെ വരും, ന്യൂസ് ലെറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ അതിൽ ഒരു അംഗമാകാനായിട്ട് പറ്റി. അപ്പോൾ എല്ലാ
ഫസ്റ്റ് ഫ്രൈഡേയിലും ഞങ്ങൾ കുറേ പേര്, ഒരു 10-15 പേര്, ചിലപ്പോൾ 10 പേരൊക്കെ ഞങ്ങൾ ഒന്നിച്ചു കൂടും. അപ്പോൾ മദറിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി പറയും. ഞങ്ങൾ അവിടുത്തെ രോഗികളെ വിസിറ്റ് ചെയ്യും. അവർക്ക് എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ കൊടുക്കും. അവരുമായിട്ട് ഓരോരുത്തരും കുറച്ച് സമയം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ അതായിരുന്നു അതിൻ്റെ ഒരു പ്രവർത്തനം. പിന്നെ ആ കാലഘട്ടത്തിൽ 2 പ്രാവശ്യം മദർ കോൺവെൻറ്റ് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പം 2 പ്രാവശ്യം മദറിനെ കാണാനും വളരെ അടുത്തിരുന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഒരു ഏഞ്ചലിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഫേസ് കാണുന്നത് ഞാൻ അവിടെ വെച്ച അഭയഭവനിൽ വെച്ച. ഞാനൊരിക്കൽ കോളേജിൽ നിന്ന് ഒരു കുറച്ച് നേരത്തെ വന്നു. 4 മണിക്കാണ് മീറ്റിംഗ് തുടങ്ങുന്നത്. ഒരു 3:30 ആയപ്പോഴത്തേക്കും വന്നപ്പോൾ അവിടെ നിൽക്കാൻ പറ്റിയില്ലാത്ത ഭയങ്കര ദുർഗന്ധം. അപ്പം ഞാൻ മദറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, മദർ, നിങ്ങൾക്ക് മൂക്കൊക്കെ അടഞ്ഞു പോയോ? ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത ദുർഗന്ധമാണല്ലോ, ഇവിടെ എന്തെങ്കിലും ചത്ത് ചിഞ്ഞ് കിടപ്പുണ്ടായിരിക്കും, നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ പുറകിൽ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അന്ന് രാവിലെ ഒരു വഴിയിൽ നിന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് വന്ന പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അയാൾ ജാതി എന്താണെന്നോ മതം എന്താണെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ ചെല്ലുമ്പം സിസ്റ്ററിൻ്റെ മടിയിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് ബെഞ്ചിൽ ഇയാൾ ഇങ്ങനെ കിടക്കുന്നു. തല സിസ്റ്ററിൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ടവൽ കൊണ്ട് മുഖം മിക്കവാറും തന്നെ മറച്ചിരിക്കുക. അയാൾ ക്യാൻസറിൻ്റെ വലിയ അങ്ങേയറ്റത്തെ ഒരു അവസ്ഥയിലെത്തി. പുഴു ഇങ്ങനെ അരിക്കുന്ന ഒരു ശരീരമായിരുന്നു. അപ്പോൾ ഫിനൈൽ ഒഴിക്കുമ്പോൾ പുഴുക്കൾ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആ ഒരു ബേസിനിൽ ഒരു ഹാഫ് ബേസിൻ പുഴുക്കളെ പെറുക്കി എടുത്തു. പക്ഷെ ആ സമയത്ത് ഈ രോഗിക്ക് ബോധമുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടി അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും ശരിക്കും അതൊരു ദൈവത്തിൻ്റെ മുഖമെന്നോ നമുക്കൊരു മാലാഹായെ പോലെ ഒക്കെ എനിക്ക് തോന്നി. അതാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. അത് പിന്നീടും പല സിസ്റ്റേഴ്സ് ഈ രോഗികളെ ഇതുപോലെ ശുശ്രൂഷിക്കുമ്പം അവരുടെ ആ സന്തോഷവും അവരുടെ ആ ചാരിതാർത്ഥ്യമൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത് മനുഷ്യൻ്റെ ശുശ്രൂഷ അല്ല, ഇത് ഒരു വലിയ ദൈവികമായ ശുശ്രൂഷയാണെന്നുള്ളത്. ആ കാഴ്ചകൾ സാറിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ പിന്നീട് സാറ് അതിലേക്ക് വരാനും ആ മേഖലയിൽ പ്രവർത്തിക്കാനും സാറിന് പ്രചോദനമായത് ഈ കാഴ്ചകളായിരുന്നല്ലേ? അത് എന്നെ മദറിനെ വലിയ ജീവിക്കുന്നൊരു വിശുദ്ധയാണെന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. മദറിനെ പറ്റിയുള്ള ബുക്സൊക്കെ കാലഘട്ടത്തിൽ വായിക്കാനായിട്ട് എനിക്ക് പ്രചോദനം ലഭിച്ചു. പിന്നെ അപ്പോൾ ആ മദറിൻ്റെ കാഴ്ചപ്പാട് അപ്പം നമുക്കൊന്നും അങ്ങനെയൊന്നും വരാനായിട്ട് പറ്റില്ല ആ കാലഘട്ടത്തിലൊന്നും. അപ്പോൾ വേദന അനുഭവിക്കുന്ന ഓരോരുത്തരിലും, അനാഥരിലും ആലഭീരിലും കുഷ്ഠരോഗികളും എയ്ഡ്സ് ബാധിതരും എല്ലാം മദർ തെരേസ്യ കണ്ടിരുന്ന ഈശോയാണ്. ബൈബിളിൽ ഒരു വചനമുണ്ടല്ലോ, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം, ശുശ്രൂഷകനായിരിക്കണം എന്ന്. അപ്പം അതതിൻ്റെ പൂർണ്ണതയിൽ മദർ പിന്നെ കണ്ടു. കാരണം ദൈവമായിട്ട് ഇങ്ങനെ ഒരാളിനെ യേശുവായിട്ട് കണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ സ്നേഹത്തോടുകൂടി അവരെ ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു മനുഷ്യ വ്യക്തിയാണെന്നുള്ള നിലയിൽ ഒരിക്കലും ആർക്കും ഇങ്ങനെ ഒരു ശുശ്രൂഷ നടത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് എന്തൊരു ദൈവവിളിയാണ്. അതിൽ പല സിസ്റ്റേഴ്സും വളരെ സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്, കണ്ട നല്ല സൗന്ദര്യമുള്ളവരാണ്. അവർ ഇതെല്ലാം ത്യജിച്ചിട്ട് ഈ പാവങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവം എന്ന് മദറും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്നെയും വളരെയധികം ചിന്തിപ്പിച്ച്. സാർ കോട്ടയത്തുള്ള മദർ തെരേസയുടെ കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സുമായിട്ട് കോവർക്കർ എന്ന പൊസിഷനിൽ സാറ് സഹകരിച്ച് വർക്ക് ചെയ്യുന്ന സമയത്താണല്ലോ സാറിന് മദർ തെരേസയെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയത്.
നമുക്കറിയാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്ന് നമ്മൾ അറിഞ്ഞിരുന്ന വ്യക്തിയാണ് മദർ തെരേസ. മദർ തെരേസയുമായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ സാറിന് കിട്ടിയ ഒരു അനുഭവം അത് എങ്ങനെയാണ് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത്? എങ്ങനെയാണ് മദർ തെരേസയായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ അവിടുത്തെ സിസ്റ്റേഴ്സുമായിട്ട് അഭയഭവനിൽ അവർ പ്രവർത്തിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. മദർ ഇങ്ങനെ വന്നു. അപ്പം പിന്നെ മദർ എപ്പോഴും പറയും നിങ്ങൾ ലവ് ബിഗിൻസ് അറ്റ് ഹോം. കുടുംബത്തിൽ വേണം നിങ്ങൾ ആദ്യം എല്ലാം സ്നേഹിക്കാനായിട്ട്. പിന്നെ വാട്ട് എവർ യു ഡു വിത്ത് എ സ്മൈലിംഗ് ഫേസ്. ഒരിക്കൽ പറഞ്ഞു, നമ്മൾ സമ്പന്നരെ വളരെ വലിയവരായിട്ട് കാണുന്നു. ഈ ചേരികളിലും മറ്റ് രോഗാവസ്ഥയിലൊക്കെ കഴിയുന്ന അനാഥരെ സാധാരണ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാണുന്നു. അവരെല്ലാം ഒരുപോലെ വിലയുള്ളവരാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളാണ്, ഒരു നോട്ട് ചെളിയിൽ വീണു, ഓടയിൽ വീണു. അത് കഴുകിയെടുത്ത് ഉണക്കി കഴിയുമ്പം അതിന് നല്ലൊരു നോട്ടിൻ്റെ വാല്യൂ ഉണ്ട്. ഇതുപോലെയാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങൾ. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ സ്നേഹിച്ച് നമ്മൾ ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്കതൊരു വലിയ അനുഭവമായിരിക്കും. അതിലൂടെ നമ്മളിൽ ദൈവത്തെ കാണാനായിട്ട് അവർക്ക് സാധിക്കും. കോവർക്കേഴ്സ് എന്നത് മിഷണറീസ് ഓഫ് ചാരിറ്റിയോടെ സഹകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വോളണ്ടിയേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണല്ലോ സാർ? എക്സാക്ട്ലി, വോളണ്ടിയേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അതിനുശേഷം ഒരു സംഘടനയുടെ രൂപത്തിൽ LMC എന്ന് പറയുന്ന ഒരു സംഘടനയുടെ രൂപത്തിൽ വളർന്ന് വരികയായിരുന്നു. അത് ആദ്യ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും സിസ്റ്റർ ഒരു കോൺവെൻറ്റ് സ്ഥാപിച്ച് ഇങ്ങനെ പാവങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് തുടങ്ങുമ്പം ലോക്കലായിട്ടുള്ള ഒരുപാട് പേരുടെ ഹെൽപ്പ് ആവശ്യമായിരുന്നു. വളരെ വളർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർക്ക് ഫണ്ടുകളൊക്കെ കിട്ടാൻ തുടങ്ങി. ആദ്യ കാലഘട്ടത്തിലൊക്കെ പൈസ ഇല്ലാതെ അവർ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അന്നേരം അവരെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് അവരെ എല്ലാവരും കൂടെയാണ് ഇങ്ങനെ കോവർക്കേഴ്സ് എന്നുള്ള നിലയിലുള്ളൊരു ഇതിലേക്ക് വന്നത്. അതൊരു വോളണ്ടറി ഓർഗനൈസേഷൻ എന്നുള്ളതിൽ കവിഞ്ഞ് വലിയ അർത്ഥം അതിന് ഇല്ലായിരുന്നു. അപ്പോൾ അവർ വളരെ ലളിത ജീവിതം നയിക്കണം, പാവങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കണം, വിസിറ്റ് ചെയ്യണം. പിന്നെ അന്ന് ഈ 80s ഒരുപാട്, ഇന്നിപ്പം നമ്മൾ നോക്കുമ്പം അത്രയും പോവർട്ടിയുള്ള കുടുംബങ്ങൾ വളരെ കുറവാണ്. കോവർക്കർ എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മ വളർന്നാണല്ലോ LMC എന്ന് പറയുന്ന ഒരു സംഘടനയുടെ രൂപത്തിലേക്ക് വന്നത്. ഇപ്പോൾ സാർ അതിൻ്റെ പ്രസിഡൻ്റാണ്, ലിംഗ എന്നറിയപ്പെടുന്നു. കോവർക്കർ എന്നുള്ള ആ സംഘടന മദർ അവസാന കാലഘട്ടത്തിൽ അത് വേണ്ടെന്ന് വെച്ചു. സന്യാസ സമൂഹം വളരെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് സമ്പന്നരുടെ ഒരു കൂട്ടായ്മയായിട്ടും ചില സ്ഥലങ്ങളിൽ അവർ കോൺവെൻറ്റ് കൂടുന്നതിന് പകരം അല്ലാതെ കോവർക്കർ എന്നുള്ള നിലയിൽ കൂടുകയും കുറച്ച് പ്രോബ്ലംസൊക്കെ ഇത് കോവർക്കേഴ്സിൻ്റെ സംഘടന വഴി മദറിന് കോൺഗ്രിഗേഷന് ഉണ്ടായി ചില സ്ഥലങ്ങളിൽ, നോട്ട് ഇൻ ഇന്ത്യ, എസ്പെഷ്യലി ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പം അതുകൊണ്ട് ഇത് പിന്നെ അങ്ങ് നിന്നുപോയി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 87-88 മറ്റാണ് ഇങ്ങനെ LMC, ലേ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സംഘടന തുടങ്ങുന്നത്. ഇവിടെ കേരളത്തിലൊക്കെ വന്നത് ഈ മദർ മരിച്ച് കഴിഞ്ഞിട്ട് 97 മദർ മരിക്കുന്നത്. പിന്നെ മദറിൻ്റെ ബർത്ത് സെൻറ്ററി 2010 വന്നു. ഓഗസ്റ്റ് 10 ബർത്ത് സെൻറ്ററി. അപ്പം അതോട് അനുബന്ധിച്ചാണ് കേരളത്തിൽ ഈ LMC പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പോൾ അത് ലേ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുമ്പം സിസ്റ്റേഴ്സ് എടുക്കുന്ന അതേ വ്രതങ്ങൾ ഞങ്ങളും എടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിന് താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ ഇതിൽ ചേർക്കുള്ളൂ. അപ്പോൾ അത് ഒരു വർഷത്തെ ഒരു പ്രിപ്പറേഷൻ കാലഘട്ടമുണ്ട്. അപ്പം അതിന് ആ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് വ്രതം എടുത്ത് ഒരു കുരിശ് സ്വീകരിക്കണം. ഒരു കുരിശ് തരും. ഏതൊക്കെ വ്രതങ്ങളാണ് സ്വീകരിക്കുന്നത്? അവർ എടുക്കുന്ന അതേ വ്രതങ്ങൾ, ഫോർ എക്സാമ്പിൾ
ബ്രഹ്മചര്യം, 2 ദാരിദ്ര്യം, 3 ഒബീഡിയൻസ്, 4 ലവ് ഫോർ ദ പൂവർ. മറ്റ് സന്യാസ സമൂഹങ്ങൾക്ക് ഈ 3 വ്രതങ്ങൾ പാലിച്ചാൽ മതി. ഇവർക്ക് അഡീഷണലായിട്ടുള്ള ഒരു വ്രതം എന്ന് പറയുന്നത് ഓരോ രോഗിയിലും ഓരോ വേദനിക്കുന്നവരിലും യേശുവിനെ കണ്ട് അവരെ ശുശ്രൂഷിക്കുക. അപ്പോൾ പാപങ്ങളെല്ലാം ദൈവത്തെ കാണുക. അങ്ങനെ അവരെല്ലാം വലിയ ഉന്നതരാണ്, അവരിൽ ദൈവം വസിക്കുന്നുണ്ട്, ദൈവം തന്നെ ആണ്. മാത്യു ഗോസ്പലിൽ 25:40 പറയുന്നുണ്ട്, എൻ്റെ ഈ ചെറിയ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പം അതാണ് അവരുടെ ജീവിതത്തിലെ ഒരു ആപ്തവാക്യമായിട്ട് അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2008-2009 ഞങ്ങൾ ഈ അതിൻ്റെ ഒരു പരിശീലനം, ഒരു നൊമിഷീറ്റ് എന്ന് പറയുന്ന പോലെ ഒരു വർഷം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വ്രതമെടുക്കുന്നത്. അൽമയറാണല്ലോ ഈ 4 വ്രതങ്ങളും എടുക്കുന്നത്. അതിൽ ബ്രഹ്മചര്യം പോലുള്ള വ്രതങ്ങളൊക്കെ എല്ലാവർക്കും ഒരേപോലെ കുടുംബജീവിതം നയിക്കുന്നവർക്കെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ദാമ്പത്യ വിശ്വസ്തത അതിൻ്റെ 100% ആർക്കും പുലർത്താനായിട്ട് സാധിക്കും. അത് ഒരു ഹോളി സാക്രമെൻ്റാണ് മാരേജ്. അവർ 2 വ്യക്തികൾ, ഭാര്യയും ഭർത്താവും, അവർ ഒരു മനസ്സ്, ഒരു ആത്മാവ്, ഒരു ഹൃദയമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ, അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ ജീവിക്കണം, അതിൻ്റെ പരിപാവനത മനസ്സിലാക്കിയിരിക്കണം. ഇത് ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ദാരിദ്ര്യം എന്ന് പറയുമ്പം എന്തുമാത്രം ലളിത ജീവിതം നയിക്കാൻ പറ്റുമോ അത്രയും ലളിത ജീവിതം നയിക്കണം എന്നുള്ളതാണ്. ഓരോരുത്തരുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ലക്ഷറീസ് ആകാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അവിടെ ലളിത ജീവിതം നയിക്കുക എന്നുള്ളതാണ്. പിന്നെ 3 ഒബീഡിയൻസ്. നമുക്കറിയാം, ആദ്യ സിൻ എന്ന് പറയുന്നത് ഡിസൊബീഡിയൻസ് എന്നാണ്. പിന്നെ ആ ആദ്യ പാപത്തിൻ്റെ ഫലം ഇല്ലാതാക്കാനായിട്ടാണ് യേശു വന്നത്, രക്ഷകനായിട്ട്. അത് 100% പിതാവിനെ അനുസരിച്ചുകൊണ്ട് കുരിശിൽ ബലിയായപ്പോഴാണ് അനുസരണത്തിൻ്റെ പൂർണ്ണതയിൽ ആയത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളും സഭാധികാരികളെ അനുസരിക്കണം, സഭയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കണം. ഈ LMCക്ക് ഒരു നിയമാവലിയുണ്ട്, അത് പാലിച്ച് ജീവിക്കണം. പിന്നെ വചനം പാലിച്ച് ജീവിക്കണം, അതാണല്ലോ അനുസരണം എന്ന് പറയുന്നത്. അങ്ങനെ നല്ല കുടുംബങ്ങൾ ഉണ്ടായെന്നുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധരായ സന്യാസികളും വൈദികരൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ സമൂഹത്തെ നയിക്കാൻ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുടുംബം അതുപോലെ വിശുദ്ധിയിൽ വളരണം. മാതാപിതാക്കളുടെ നല്ല മാതൃകയിലൂടെ മാത്രമേ നല്ല മക്കളുണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു വിഷനാണ്.